അങ്ങനെ നാട്ടിലെത്തിയിട്ട് ഇന്നേക്ക് ഏകദേശം ഒരു മാസത്തോളമായി. 2 ആഴ്ചത്തെ അവധിക്ക് വന്ന് ഞങ്ങൾ പൂജയുടെ ലീവൊക്കെ കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഏകദേശം ഒരു മാസത്തോളം വീട്ടിൽ നിന്നു. എത്ര പെട്ടെന്ന് ദിവസങ്ങളൊക്കെ കടന്നു പോകുന്നതല്ലേ, കണ്ണടച്ച് തുറക്കും പോലെയാണ് ദിവസങ്ങളുടെ ഓട്ടം. അപ്പം നാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ സംഘടിപ്പിക്കണം. ഞാൻ സാധാരണ ഇവിടുന്ന് പോകുമ്പോൾ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, കാന്താരിമുളക്, കുറച്ച് പച്ചക്കറികൾ, ഇലക്കറികൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടുന്ന് കൊണ്ടുപോകും കേട്ടോ. ഇവിടുന്ന് എനിക്ക് എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും സാധനങ്ങൾ ഞാൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അപ്പോൾ കൊണ്ടുപോകുമ്പോൾ എന്നോട് ചോദിക്കും, ഇതെന്തിനാ ഇതെല്ലാം നീ എടുത്തിട്ട് വരുന്നത്, അവിടെ നമുക്കിത് വാങ്ങാൻ കിട്ടുമല്ലോ എന്ന്. എന്നാലും വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ അത്രയും ടേസ്റ്റ് കടയിൽ നിന്ന് വാങ്ങുന്നതിന് കിട്ടില്ലല്ലോ. അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ഇതൊക്കെ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാനായിട്ട് കുറച്ച് നാരങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇത് ചെന്നൈ ചെല്ലുമ്പോൾ ഈ നാരങ്ങയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ് രണ്ടുപേർക്കും. ലെമൺ ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞാപ്പിയാണെങ്കിൽ ഏത് സമയവും പുറകെ നടക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ പറിക്കുകയാണ്. നമുക്കിവിടെ ഒരു 3-4 നാരങ്ങ ഉണ്ട് കേട്ടോ. അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈ വർഷം നാരങ്ങ കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പഴുത്തതൊക്കെ ഇതിലേ നിൽപ്പുണ്ട്. അപ്പം ഞാൻ കുറച്ച് പഴുത്തതും അത്യാവശ്യം മൂത്തതൊക്കെ പറിച്ചെടുത്തു. പിന്നെ കുറേ ഇങ്ങനെ നിലത്ത് വീണ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ തണുപ്പായതുകൊണ്ടേ നാരങ്ങ വെള്ളത്തിന് വലിയ ഡിമാൻഡില്ല, അച്ചാറാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ അങ്ങനെ പറിച്ചതേ നമുക്ക് മൊത്തം ഇത്രയും നാരങ്ങ ഞാൻ കൊണ്ടുപോകാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്.